السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد فإني أوصيكم وإياي بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. واتقوا الله ويعلمكم الله. صدق الله مولانا العلي العظيم. ഏറ്റവും ബഹുമാനതയുള്ള നമ്മുടെ ഈ മഹത്താവുന്ന സംഗമത്തിൻ്റെ അധ്യക്ഷൻ കോഴിക്കോട് വലിയ കവി വന്ദ്യരായ സയ്യിദ് മുഹമ്മദ് കോയ ജമലി തങ്ങൾ, ഈ SNAC സംവിധാനത്തിലേക്ക് ചുക്കാൻ പിടിക്കുന്ന അതിൻ്റെ എല്ലാ മേഖലയിലും വേണ്ടതുപോലെ ഇടപെട്ട് കാര്യങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന സമസ്ത കേന്ദ്ര മുഷാവറ അംഗം ബഹുമാനമുള്ള അബ്ദുസലാം ബാഖവി, മറ്റ് വേദിയിൽ ഉപേക്ഷയായ പണ്ഡിതന്മാർ, നേതാക്കന്മാർ, മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങൾ, ഇവിടെ ഒരുമിച്ച് കൂടിയ ബഹുമാനമുള്ള സമസ്ത കേരള ജമിയത്തുൽ ഉലമയെയും അതിൻ്റെ പോഷക സംഘടനകളെയും അതിൻ്റെ സ്ഥാപനങ്ങളൊക്കെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന മോമിനിയങ്ങൾ, സ്നേഹാന്തികളായ വിദ്യാർത്ഥിനികൾ, അവരുടെ രക്ഷിതാക്കന്മാർ, ബഹുമാനമുള്ളവരെ, വളരെ പുണ്യമായ ഒരു സംരംഭത്തിന് തുടക്കം കുറിക്കാനാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. വിശുദ്ധമാവുന്ന ശരീഅത്തിൻ്റെ ഉലൂമുകൾ ഇവിടെ പഠിപ്പിക്കപ്പെടുമ്പോൾ ശരീഅത്ത് എതിർക്കാത്ത, ശരീഅത്തിൻ്റെ ഉലൂമുകളെ പ്രചരണത്തിനും അതിൻ്റെ ദഅവത്തിനൊക്കെ ഉപകരിക്കുന്നതും മൊത്തത്തിൽ മനുഷ്യ സമൂഹത്തിലേക്ക് ആവശ്യമായതുമായ പല അറിവുകളും, ആ അറിവുകളെ എല്ലാ അറിവുകളോടും എല്ലാവർക്കും കൂടി പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ആവശ്യത്തിനനുസരിച്ച് ശരീഅത്തിൻ്റെ ഉലൂമിനോട് കൂടെ അതിനോട് ബന്ധപ്പെട്ട ഭൗതികമായ വിഷയങ്ങളും മറ്റ് ഓരോരുത്തരുടെയും താല്പര്യം അനുസരിച്ച് അവർക്ക് ഉയരാനും വളരാനൊക്കെ പറ്റുന്ന മേഖലയിലേക്ക് ആവശ്യമുള്ള അറിവുകളുടെയൊക്കെ ഒരു സംവിധാനമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഈ SNAC എന്ന് പറയുന്ന ഈ പദ്ധതിയിൽ കൂടി നമ്മൾ നടപ്പാക്കിക്കൊണ്ടിരിക്കണം. പ്രത്യേകിച്ച് സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ച് അഥവാ വിശുദ്ധ ശരീഅത്തിനെ സംബന്ധിച്ച് അറിയാത്ത പലരും എപ്പോഴും വിമർശിക്കുന്ന ഒന്നാണ് സമസ്ത സ്ത്രീ വിദ്യാഭ്യാസത്തിനെതിരാണ്, അല്ലെങ്കിൽ സ്ത്രീ വിദ്യാഭ്യാസത്തിനെ പ്രോത്സാഹിപ്പിക്കണില്ല. ഇത് അജ്ഞതയിൽ നിന്ന് ഉത്ഭവിച്ചതായ ഒരു വിമർശനം. ഒന്നിരിക്കൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ പറ്റി പഠിക്കണം. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ പ്രചരിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതായ ആശയാദർശങ്ങൾ വിശുദ്ധമാവുന്ന ഇസ്ലാമിൻ്റെ ആശയങ്ങളും ആദർശങ്ങളും അതിൻ്റെ വിശ്വാസങ്ങളൊക്കെയാണ്. അപ്പോൾ വിശുദ്ധ ഇസ്ലാം സ്ത്രീ വിദ്യാഭ്യാസത്തിനെ സംബന്ധിച്ച് എന്താണ് പറഞ്ഞത്? വിശുദ്ധ ഇസ്ലാം സ്ത്രീ വിദ്യാഭ്യാസത്തിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടോ? മഹാന്മാരാവുന്നതായ നമ്മുടെ പൂർവികർ അവരൊക്കെ സ്ത്രീ വിദ്യാഭ്യാസത്തിനെ എങ്ങനെ കണ്ടു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്ത്രീ വിദ്യാഭ്യാസത്തിനെ പറ്റി എന്താ പറഞ്ഞത്? സ്ത്രീകളോട് ചെയ്യേണ്ടതായ അവർക്ക് ഉള്ള ഉത്തരവാദിത്വം എന്തൊക്കെയാണ് നമ്മളിൽ അർപ്പിച്ചിട്ടുള്ളത്? ഏതെല്ലാം മേഖലകൾ അവർക്ക് അനുവദിക്കപ്പെട്ടു?
അവരുടെ സുരക്ഷിതത്വം മാന്യതയൊക്കെ തകർക്കപ്പെടുന്ന മേഖലയിൽ നിന്ന് അവരെ ഇസ്ലാം സംരക്ഷണം നൽകി എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ട് അജ്ഞതയിൽ നിന്നുണ്ടായി തീരുന്ന വിമർശനങ്ങളാണതൊക്കെ. നമുക്കറിയാലോ, സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് സ്ത്രീ വിദ്യാഭ്യാസങ്ങൾക്കായും കൊണ്ട് പല പദ്ധതികളുണ്ട്. SNEC പോലെ തന്നെ ഫാദിലയും സമസ്ത കേരള ജമിയത്തുൽ ഉലമയോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പല സ്ഥാപനങ്ങളിലൊക്കെ സ്ത്രീ വിദ്യാഭ്യാസമുണ്ട്. സഹാബിയാത്തിൻ്റെ കൂട്ടത്തിൽ വലിയ വലിയ പണ്ഡിതകളുണ്ടായിരുന്നു. മഹാദി ആയിഷ റളിയല്ലാഹു തആല അൻഹ, ഹഫ്സ റളിയല്ലാഹു തആല അൻഹ അടക്കമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സർവ്വ പത്നികളും അവർക്ക് വിദ്യാഭ്യാസ സമ്പന്നരായിരുന്നു. എത്രത്തോളം സ്ത്രീകളോട് ബന്ധപ്പെട്ട ചില വിവരങ്ങൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനാണ് അവരൊക്കെ നബിൻ്റെ ഭാര്യമാരായി കൂടിയിട്ടുള്ളത്. ഒരു ദാമ്പത്തിക സുഖത്തിന് വേണ്ടിയല്ല. അത് നബിൻ്റെ ഭാര്യമാരെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ദാമ്പത്തിക സുഖത്തിന് വേണ്ടിയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ബീവിമാരൊക്കെ വിവാഹം ചെയ്തിട്ടുള്ളത്. അതിൽ വൃദ്ധകളുണ്ട്, പല പ്രയാസങ്ങളുള്ള രോഗങ്ങളുള്ള സ്ത്രീകളുണ്ടായിരുന്നു. ഇവരൊക്കെ വിവാഹം ചെയ്ത് എന്തിനാന്ന് ചോദിച്ചാൽ സ്ത്രീകളോട് ബന്ധപ്പെട്ട പ്രത്യേകമാവുന്ന അറിവുകൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് മനസ്സിലാക്കി അത് ഈ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ്. സഹാബികളിൽ നിന്നുള്ള പലരും സഹാബിയാത്തിലുള്ള ഈ പ്രമുഖരാവുന്ന ഈ ബീവിമാരോട് വന്ന് പല മസലകളൊക്കെ ചോദിച്ചിരുന്നു എന്നല്ലേ. അപ്പോൾ സ്ത്രീ വിദ്യാഭ്യാസത്തിനെ എതിർക്കണ ഒരു മതമാണ് ഇസ്ലാം എന്ന് വെക്കുക. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെ ഈ ബീവിമാർക്കൊക്കെ വിദ്യാഭ്യാസം നൽകുക, അവർക്ക് മറ്റുള്ള ഉലൂമുകൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അപ്പോൾ അവരൊക്കെ വലിയ മഹദികളാവുന്ന പണ്ഡിതകളായിരുന്നു സഹാബിയാത്തിൽ നിന്നുള്ള പല ബീവിമാർ. അപ്പോൾ വിദ്യാഭ്യാസമുള്ള സ്ത്രീകളവിടെ വാർത്തെടുക്കൽ ഒരു കുടുംബത്തിൻ്റെ ആവശ്യമാണ്, നാടിൻ്റെ ആവശ്യമാണ്, രാജ്യത്തിൻ്റെ ആവശ്യമാണ്. ഒരു കുടുംബം നന്നാവണം എന്നുണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത് എന്നാണ്. ഉമ്മമാരെ കാൽപ്പാടുകൾ പിന്തുടർന്ന് കുട്ടി പോയാൽ കുട്ടി സ്വർഗത്തിലെത്തും. ഉമ്മമാരെ കാൽപ്പാടുകളെ ചുവട്ടിലാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ ഉമ്മമാരെ കാൽപ്പാടുകൾ തുറന്നു പോയാൽ സ്വർഗത്തിലെത്തും. എന്താ അത് പറയാൻ കാരണം? അത് മനഃശാസ്ത്രപരമായി നമുക്കറിയാം. ഒരു കുട്ടികളൊക്കെ എപ്പോഴും ഉമ്മമാരെ സ്വഭാവങ്ങളും ഉമ്മമാരെ ശൈലികളൊക്കെ ആയിരിക്കും സ്വീകരിക്കുക, ഉമ്മമാരെ ഭാഷകളായിരിക്കും കുട്ടികൾ. അപ്പോൾ ഉമ്മമാരോടുള്ള അനുകരണം കുട്ടികൾക്ക് വളരെ അധികം ഉണ്ടാവും. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ ഉമ്മമാർ നല്ല ഉമ്മമാരാവണം. ആ നല്ല ഉമ്മമാരാവണം എന്നാണ് ഒരു കൽപ്പന. ആ നല്ല ഉമ്മമാരെ കുട്ടികൾ പിന്തുടർന്ന് പോകണം. അങ്ങനെ പിന്തുടർന്ന് പോയാൽ കുട്ടിക്ക് സ്വർഗത്തിലേക്ക് എത്താം. അതുകൊണ്ട് ബാപ്പമാരെങ്ങനെയെങ്കിലും ഇക്കോളെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ഉമ്മമാരോടാണ് അധികം ആ ബന്ധം ഉണ്ടായതുകൊണ്ട് ഉമ്മമാരെ പ്രത്യേകം പറഞ്ഞു. ഉമ്മമാരും ബാപ്പന്മാരൊക്കെ നന്നാവണം എന്ന് ഹദീസിൻ്റെ യഥാർത്ഥത്തിൽ അതിൻ്റെ മത്ലബ്, അതിൻ്റെ ഉദ്ദേശത. അപ്പോൾ ഈ കുടുംബം നന്നാവണം എന്നുണ്ടെങ്കിൽ ഉമ്മമാരും ബാപ്പന്മാരൊക്കെ നന്നാവണം. അവരെ ജീവിതത്തിലുള്ള നന്മകളാവണം അവരുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതൊക്കെ. ആ നന്മകൾ കുട്ടികളിലേക്ക് പകർത്തപ്പെടണം. ആ നിലക്ക് കുട്ടികൾ നല്ല കുട്ടികളാവണം. എന്നാലേ കുടുംബം നന്നാവുള്ളൂ. കുടുംബം നന്നാവുമ്പോഴേ സമൂഹം, ആ രാജ്യം നന്നാവുള്ളൂ. അപ്പോൾ രാജ്യത്തിൻ്റെ നന്മക്ക്, കുടുംബത്തിൻ്റെ നന്മക്ക് ഒക്കെ സ്ത്രീകൾ വിദ്യാസമ്പന്നരാവണം. പക്ഷേ വിദ്യ എങ്ങനെ ആവണം എന്ന് ചോദിച്ചാൽ അത് വിശുദ്ധമാവുന്ന ശരീഅത്തിൻ്റെ അടിസ്ഥാന ശരീഅത്തിൻ്റെ ആ ബൗണ്ടറിയിൽ ഒതുങ്ങി നിന്നുകൊണ്ടാവണം നമ്മളെ മുസ്ലിം സ്ത്രീകളൊക്കെ ഏത് വിദ്യാഭ്യാസം അവരഭ്യസിക്കുകയാണെങ്കിലും അവരഭ്യസിക്കേണ്ടത്. അടിസ്ഥാനപരമായി അവർക്ക് തഖ്വ ഉണ്ടാവണം, ശക്തമായ ഈമാൻ ഉണ്ടാവണം. ആ ഈമാൻ നിന്ന് നന്മകളെ ഉൽപ്പാദിപ്പിക്കപ്പെടണം.
ആ നിലക്ക് സ്ത്രീകളെ വളർത്തിയെടുത്ത് അവർക്ക് ഏത് മേഖലയിലും ആവാം. അവരെ അവരെ മാന്യതക്കും സംരക്ഷണത്തിനൊക്കെ അവരെ സുരക്ഷക്കൊക്കെ വിഘാതം ഉണ്ടാക്കാത്ത ഏത് മേഖലയിലും അവർക്ക് പഠിപ്പിക്കുക, അവർക്ക് അധ്യാപനം നടത്തുക. അതിലൊന്നും ശരീരത്തിനെതിരല്ല. പക്ഷേ അതിൻ്റെ ഉപാധികളൊക്കെ പാലിച്ചുകൊണ്ടാവണം എന്നുള്ളത് മാത്രം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സ്ത്രീ വിദ്യാഭ്യാസത്തിൻ്റെ സമസ്തയും അതിനെ എതിർത്ത് ഒരു കാലഘട്ടത്തിലും എതിർത്തിട്ടില്ല. പക്ഷേ അത് എപ്പോഴും എന്താവണമെന്ന് ചോദിച്ചാൽ ആ അടിസ്ഥാനപരമായി ഇസ്ലാമിൻ്റെ ആ നിയമങ്ങൾക്കും അതിൻ്റെ നിലപാടുകൾക്കും അതിൻ്റെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ പൂർണ്ണമായും കൊണ്ടിട്ട് അതിൻ്റെ അധീനത്തിൽ ആ അതിരുവരമ്പിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാവണം, അതിന് വേദിക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ ആ നിലക്ക് സ്ത്രീ വിദ്യാഭ്യാസത്തിനെ പ്രോത്സാഹിപ്പിക്കുക തന്നെയാണ് ഇസ്ലാം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു ഭാഗമാണ് സമസ്തകളുടെ ജമിയത്തുൽ ഉലമ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസത്തിന് ആവശ്യമാവുന്ന സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് SNEC ഇവിടെ നടത്തുന്ന സ്ത്രീകൾക്കുള്ള പല പദ്ധതികളുമാണ്. വിദ്യാഭ്യാസത്തിൻ്റെ പല മേഖലകളായി തിരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇവിടെ തുടങ്ങുന്നത് എന്താണ്? C+ അതാണ് ഇവിടെ തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ ഈ തുടങ്ങപ്പെടുന്ന ഈ പിന്നെ വിദ്യാഭ്യാസത്തിൻ്റെ ഈ സ്ഥാപനത്തിൻ്റെ ഒക്കെ ഈ കുട്ടികൾക്കുള്ള അതിൻ്റെ തുടക്കമാണ് ഇവിടെ കുറിക്കപ്പെടുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച എല്ലാവർക്കും എല്ലാ ഖൈറിനും ബർക്കത്തിനൊക്കെ അള്ളാഹു ചെരിഞ്ഞു കൊടുക്കട്ടെ. ഈ കുട്ടികളൊക്കെ നല്ല വിദ്യാഭ്യാസ സമ്പന്നരായതുകൊണ്ട് സമൂഹത്തിനും കുടുംബത്തിനും രാജ്യത്തിനൊക്കെ ഉപകരിക്കണ കുട്ടികളായതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ കബൂൽ ചെയ്യട്ടെ. അവരെ നല്ല നിലക്ക് പഠിപ്പിച്ചാലും അവരെ വളർത്തിയെടുക്കാനും അവരിൽ നിന്ന് അധാർമികത ഒരിക്കലും ഉണ്ടാവാൻ അതാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ഇന്ന് കുട്ടികളൊക്കെ രാവിലെ സ്കൂളിൽ പോയി രാത്രി വരുമ്പോൾ വാപ്പാനോട് വന്ന് പറഞ്ഞെന്താന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് രണ്ടാൾക്കൂടി ഒരു റൂം വേണമെന്നാണ് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരുത്തനെ പിടിച്ചു കൊണ്ടുവരണം. ഞങ്ങൾ പിന്നെ രജിസ്റ്റർ വിവാഹം ചെയ്തിരിക്കണം, ഇന്ത്യൻ നിയമം അനുസരിച്ച് ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണ്, ഞങ്ങൾക്കിന്ന് റൂം വേണമെന്ന് പല ബാപ്പന്മാരോടും കുട്ടികൾ വന്ന് പറയാണ്. അപ്പോൾ ആ നിലക്കുള്ളൊരു വിദ്യാഭ്യാസത്തിന് നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല, അതിന് നമ്മൾ എതിർക്കുക തന്നെ ചെയ്യും. നമ്മൾ വേണ്ടതെന്ന് പറഞ്ഞാൽ ധാർമ്മികതയിൽ അധിഷ്ഠിതമായി കൊണ്ടുള്ള വിദ്യാഭ്യാസം. അതിനാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ വളരെ തിടുക്കം കുറിച്ച് വളരെ അധ്വാനിച്ച് വളരെ ആലോചിച്ച് നിലക്കുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കുട്ടികളൊക്കെ കാത്തു രക്ഷിക്കട്ടെ, എല്ലാവിധ ഷർറുകളിൽ നിന്നും കാത്തു രക്ഷിക്കട്ടെ. ഇതൊക്കെ പളുങ്ക് പാത്രം പോലെയാണ് ഈ കുട്ടികൾ. അപ്പോൾ ഒരിക്കലും അത് ഉടയാനോ അത് പൊട്ടാനോ പാടില്ല. അപ്പോൾ ആ നിലക്ക് അതിനെ സംരക്ഷിച്ച് നമ്മൾ കൊണ്ടുപോകണം. ആ ഒരു വലിയ ഉത്തരവാദിത്വം കൂടിയാണ് ഇവിടെ നടത്തുന്നവർ ഏറ്റെടുത്തിട്ടുള്ളതെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. SNEC ബന്ധപ്പെട്ട ആളുകൾക്ക് എപ്പോഴും ഇവിടെ വന്ന് നോക്കാനും പോയി. അപ്പോൾ നിങ്ങൾ നടത്തുന്ന ആളുകൾ പൂർണ്ണമായും കൊണ്ടും SNEC നിർദ്ദേശിക്കുന്നതായ ആ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ടാവണം ഈ സ്ഥാപനത്തിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് എല്ലാവരോടും പ്രത്യേകമായി കൊണ്ട് ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യട്ടെ. എന്താ വേണ്ടി നഞ്ഞ് കുട്ടികളൊക്കെ പറഞ്ഞോളി. ആ പഠിക്കാൻ വന്ന കുട്ടികളൊക്കെ ഇലാ ഹദ്റത്തി നബിയ്യിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. ആമീൻ. وإلى حضرات أرواح ملائكة الله المقربين والأنبياء والمرسلين وأصحاب رسول الله والتابعين وتابعي التابعين لهم بإحسان وجميع الفقهاء والعلماء والمحدثين والمصنفين والمفسرين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم ولا الضالين. آمين. وإلى حضرات أرواح الأئمة الأربعة المجتهدين خاصة إلى حضرة روح الإمام إمام الأئمة إمامنا الشافعي رضي الله تعالى عنه. الفاتحة. الله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين
الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. وإلى حضرات أرواح مشايخنا وأساتذتنا في سلسلة الفقهاء الشافعية، خاصة إلى حضرة روح شيخنا ومرشدي والمربي الجليل الولي العارف بالله الشيخ شمس العلماء قدس الله. الفاتحة. الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. എല്ലാവരും പറഞ്ഞോളി അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ആ പെൺകുട്ടികളൊക്കെ പ്രത്യേകം പറഞ്ഞോളി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ وعلى آله وصحبه أجمعين. أما بعد فيا ربي يسر ولا تعسر ربي زدني علما وحلما وفهما وعقلا وحفظا وأدبا كاملا ربي تميم بالخير والسعادة. اللهم ألهمني علما أفقه به أوامرك ونواهيك وارزقني فهما أعلم به كيف أناجيك. اللهم ارزقني فهم النبيين وحفظ المرسلين وإلهام الملائكة المقربين. اللهم أكرمني بنور العلم والفهم وأخرجني من ظلمة الجهل والوهم برحمتك يا أرحم الراحمين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم يا مفتح فتح علينا ويا ميسر يسر لنا ويا موفق وفقنا لما تحب وترضى بحق. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. കുട്ടികളെ എടുത്ത് തന്ന ഒരു കിതാബിൻ്റെ ഒരു പേജ് ഉണ്ടാവും, അതിൽ നോക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബാബുൽ ഇഖ്ലാസ് വ ഇഹ്ലാലി നിയ്യ ഫി ജമീഇൽ അഅ്മാലി വൽ അഖ്വാൽ വൽ അഹ്വാൽ അൽ ബാരിസത്തി വൽ ഖഫിയ്യ. ഇത് മനുഷ്യർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വേണ്ട ഒരു സംഗതിയെ സംബന്ധിച്ചാണ് പറയുന്നത്. ഒന്ന് ഇഖ്ലാസ്, ഇഫ്രാദുൽ ഹഖ് സുബ്ഹാനഹു വ തആല ബിത്വാഅത്ത്. ഏത് നന്മകളെ കൊണ്ടും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ഉദ്ദേശിക്കുക, അതാണ് ഇഖ്ലാസ്. ഓ ഇഹ്ളാറു നിയ്യ, ഏത് അമലുകളാണെങ്കിലും അത് അമൽ ഫാസിദായാലും നല്ല അമലാണെങ്കിലൊക്കെ അതിന് ഉൽപ്പാദിപ്പിക്കേണ്ടതായ ഒരു നിയ്യത്തുണ്ടാവും. അപ്പോൾ ആ നിയ്യത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അതിൻ്റെ മഹല്ല് ആണ് ഹൃദയം എന്നുള്ളത്. ആ ഹൃദയത്തിലേക്ക് വിശുദ്ധി, അതിൻ്റെതായ ആ പിന്നെ ശുദ്ധി അനുസരിച്ചാണെങ്കിൽ ആ നിലക്കുള്ള നിയ്യത്തായിരിക്കും ഉണ്ടാവുക, അതല്ലെങ്കിൽ മറ്റു നിലക്കുള്ള നിയ്യത്തായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ നിയ്യത്തിൻ്റെ സ്വഭാവം അനുസരിച്ചായിരിക്കും അമലുകൾക്കുള്ള വളർച്ചയും അതിൻ്റെ ഗുണവും ഒക്കെ പരിഗണിക്കപ്പെടുന്നത് എന്നാണ് ഹദീസിൽ മൊത്തത്തിൽ പറയണത്. عن أمير المؤمنين أبي حفص عمر بن الخطاب بن عبد العزى رضي الله تعالى عنهم قال سمعت رسول الله صلى الله عليه وسلم يقول إنما الأعمال بالنيات وإنما لكل امرئ ما نوى فمن كانت هجرته إلى الله ورسوله فهجرته إلى الله ورسوله ومن كانت هجرته لدنيا يصيبها أو امرأة ينكحها فهجرته إلى ما هاجر إليه മുത്തഫഖുൻ അലാ സിഅത്തിഹി. അപ്പോൾ ഇത് മഹാനാവുന്ന ഇമാം ബുഖാരി തങ്ങൾ, ഇമാം മുസ്ലിം തങ്ങൾ രണ്ടാളും റിവായത്ത് ചെയ്ത ഒരു ഹദീസാണ്. ഉമർ ബിൻ ഖത്താബ് തങ്ങളെ തൊട്ട് റിവായത്ത് ചെയ്യപ്പെടുന്ന അടിസ്ഥാനപരമായി ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു ഹദീസാണ്. ഈ ഹദീസിനോട് ബന്ധപ്പെട്ട വലിയ വ്യാഖ്യാനങ്ങളാണുള്ളത്. അതൊക്കെ ഇനി നിങ്ങൾക്ക് ഉസ്താദന്മാർ നിങ്ങളെ ക്ലാസ്സിൽ പറഞ്ഞു തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും. ഏത് വണ്ടി